നമസ്കാരം. ഹെൽത്ത് റിസർച്ച് സ്കോളറിലേക്ക് സ്വാഗതം. ഇത്തവണ വളരെ പുതിയ ഒരു ഗവേഷണ ഫലത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് പുറത്തു വന്നു കഴിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഗവേഷണ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. അതായത് പാമ്പ് കടി അല്ലെങ്കിൽ പാമ്പ് വിഷത്തെക്കുറിച്ചുള്ളതാണ്. പാമ്പ് വിഷം മൂലം ഇന്ത്യയിൽ ഏകദേശം 100,000-ഓളം മരണങ്ങളാണ് ഒരു വർഷം ഉണ്ടാകുന്നതെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും അധികം പാമ്പ് കടി മരണങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം നമ്മുടെ ഇന്ത്യയാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് പൊതുവേ അത് വളരെ അപൂർവമാണെന്ന് നമ്മുടെ പരിചയത്തിൽ തോന്നുമെങ്കിലും സംഭവിക്കുന്നതിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ ശതമാനം അവരിൽ പലരും ചെറുപ്പക്കാരും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് അവശേഷിക്കുന്നു. കാരണം നമ്മുടേത് ഒരു ട്രോപ്പിക്കൽ പ്രദേശമായതുകൊണ്ട് പാമ്പുകൾ, പലതരത്തിലുള്ള പാമ്പുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. മരണം സംഭവിക്കുന്നതിന് പല കാരണങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ആശുപത്രിയിൽ സമയത്ത് എത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു കാരണമുണ്ട്. ആശുപത്രിയിൽ എത്തിയാലും ഈ പാമ്പ് കടിയുടെ മരുന്ന് പല ആശുപത്രികളിലും പല ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോലും ലഭ്യമല്ലാത്തത് ആരുടെയും പ്രത്യേകിച്ചുള്ള ഒരു കുഴപ്പം കൊണ്ടല്ല. കാരണം ഇതിൻ്റെ ആൻറ്റിവെനിൻ എന്ന് പറയുന്ന ഒരു പ്രതി വിഷം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു പ്രോട്ടീനാണ്. പാമ്പ് വിഷം തന്നെ ഒരു പ്രോട്ടീനാണ്. പാമ്പിൻ്റെ ഉമിനീർ ഗ്രന്ഥിയാണ് അത് പരിണാമത്തിൻ്റെ ഫലമായിട്ട് വിഷഗ്രന്ഥിയായിട്ട് മാറുന്നത്. അപ്പോൾ അതൊരു പ്രോട്ടീനാണ്. നമ്മുടെ ഉമിനീര് പോലെ പാമ്പിൻ്റെ വിഷം ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീനെ ബൈൻഡ് ചെയ്ത് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഫലം ഇല്ലാതാക്കാനായിട്ട് പറ്റുന്ന മറ്റ് പ്രോട്ടീനുകളാണ് പ്രതിവിഷം, ആൻറ്റിവെനിൻ എന്നൊക്കെ പറയുന്നത്. അതുണ്ടാക്കുന്നത് സാധാരണ ഈ വിഷം ചെറിയ ഡോസിൽ കുതിരകളിലും മറ്റും കുത്തിവെച്ച് അവയിൽ ആൻറ്റിബോഡി ഉണ്ടാകുമ്പോൾ അത് ശേഖരിച്ച് അത് ഈ രോഗിയുടെ സിരയിലേക്ക് കുത്തിവെക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് രണ്ട് കുഴപ്പമുണ്ട്. ഒന്ന്, ഇത് കുതിരയുടെ പ്രോട്ടീൻ ആയതുകൊണ്ട് മനുഷ്യനിൽ ചിലപ്പോൾ അലർജി ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ മരണം സംഭവിക്കുകയും ചെയ്യാം. അതൊരു പ്രശ്നം. അതുകൂടാതെ തന്നെ ഇത് കുതിരകളിൽ നിന്ന് ഇത് ശേഖരിച്ച് ആ മരുന്ന് ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഇത് ഒരിക്കലും ലഭ്യമാകാറില്ല. പല ആശുപത്രികളിലും പാമ്പ് കടിച്ച് ഒരാളെ കൊണ്ടുചെന്നാൽ തന്നെ ഈ ആൻറ്റിവെനിൻ ഇല്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതൊന്നും കൂടാതെ പലതരം പാമ്പുകളുള്ളതുകൊണ്ട് പലതരം പാമ്പ് വിഷങ്ങളുമുണ്ട്. ഈ ഓരോന്നിനും അതിന് പറ്റിയ ആൻറ്റിവെനിൻ തന്നെ വേണം. അതുകൊണ്ട് ഒന്ന് മറ്റൊന്നിന് ഉപയോഗിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പോൾ ഒരേ ആശുപത്രിയിൽ തന്നെ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന പലപ്പോഴും പ്രായോഗികമായിട്ട് സാധ്യമല്ല. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ചിലപ്പോൾ ഒരു പ്രതിവിധി എന്നോണം ഈ അടുത്ത കാലത്ത് ഒരു പുതിയ ഗവേഷണ ഫലം വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ 2024 നൊബേൽ പ്രൈസ് വിന്നർ ഡേവിഡ് ബേക്കർ എന്ന് പറയുന്ന കെമിസ്ട്രി നൊബേൽ കിട്ടിയ അദ്ദേഹത്തിൻ്റെ ഗവേഷണം പുതിയ മോളിക്യൂളുകളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള മോളിക്യൂളുകൾ നമുക്ക് ലബോറട്ടറിയിൽ സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു പാമ്പ് വിഷത്തിൻ്റെ പ്രതിവിഷത്തിൻ്റെ രീതിയിലുള്ള മോളിക്യൂളുകൾ സൃഷ്ടിച്ചാൽ അവയെ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ആ പാമ്പ് വിഷത്തിനെ അത് ബ്ലോക്ക് ചെയ്യുകയും അതിൻ്റെ ഫലമില്ലാതാവുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ഈ പ്രതിവിഷം നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന ആൻറ്റിബോഡി, കുതിരയിലുണ്ടാക്കുന്ന ആൻറ്റിബോഡി ഒരു വലിയ മോളിക്യൂളാണ്. പക്ഷേ ഇത് വളരെ ചെറിയ മിനി മോളിക്യൂൾസ് പോലെ, മിനി ബൈൻഡർ എന്നാണ് ഇവരതിന് കൊടുത്തിരിക്കുന്ന പേര്. ആ മിനി ബൈൻഡർ ആ പ്രത്യേക സൈറ്റിൽ ചെന്ന് അതിനെ ബ്ലോക്ക് ചെയ്ത് അതിനെ ഇല്ലാതാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനുള്ള ഗവേഷണങ്ങളുടെ പ്രാരംഭ സ്റ്റേജിലാണ് ഇപ്പോഴും. എന്നാലും അധികം താമസിയാതെ ആ ഒരു ചികിത്സയ്ക്കായിട്ട് ഇങ്ങനെയുള്ള മരുന്നുകൾ, കുത്തിവയ്പ്പുകൾ ലഭ്യമാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ ശാസ്ത്ര പരീക്ഷണത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് അത് ഒരു ചികിത്സാ രീതിയായിട്ട് പ്രയോഗിക്കാൻ പറ്റുന്നു. ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2024 നൊബേൽ പ്രൈസ് കിട്ടി ഇതിനടക്കം തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക രീതിയിലേക്ക് അത് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ശാസ്ത്രത്തിൻ്റെ ഒരു നേട്ടം തന്നെയാണ്.